ജിസേലും തമ്മിലുള്ള ആ ഒരു പ്രശ്നം ഓണിയിൽ വിളിച്ചിട്ട് അക്ബറിനോട് പറയുന്നതാണ്. ഇന്ന് എന്തായാലും അത് വീഡിയോ സഹിതം ലാലേട്ടൻ പ്ലേ ചെയ്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഒണിയിൽ ആ തെറ്റുകാരനെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഒണിയിൽ അങ്ങ് ഞാൻ ശരിയാണ്, അക്ബറാണ് തെറ്റുകാരൻ വീണ്ടും സ്ഥാപിക്കുകയാണ്. അക്ബറിൻ്റെ മേൽ ആ ഹൗസിലുള്ളവരുടെ എടുത്ത് കുറ്റങ്ങൾ പറഞ്ഞ് ഇത്രയും വഷളാക്കുകയും ചെയ്ത് അക്ബറിൻ്റെ മണ്ടയ്ക്ക് ആ കുറ്റങ്ങളെല്ലാം എടുത്ത് ഇടുകയും ചെയ്ത് ഇപ്പം വീഡിയോ കാണിച്ചു കൊടുത്തിട്ടും അത് സമ്മതിക്കാതിരിക്കുകയാണ് ഒണിയിലിൻ്റെ പരിപാടി. അന്ന് ഒണിയിൽ പറഞ്ഞ് ഞാൻ കണ്ട് അനുമോൾ കണ്ടതുപോലെ ഞാനും കണ്ടു എന്ന് അക്ബറിനോട് ഒണിയിൽ പറഞ്ഞപ്പോൾ അക്ബർ പറയുന്നുണ്ട്, ഈ ഡേർട്ടി ഗെയിം ഇവിടെ കളിക്കരുത്, ഇത് ലാലേട്ടൻ വന്ന് സോൾവ് ചെയ്ത പ്രശ്നം, ആവശ്യമില്ലാതെ ഇതൊക്കെ എടുത്തിടരുത്, അത് പറയരുത്, അങ്ങനെ പറയരുതെന്ന് അക്ബർ വിലക്കുകയാണ് ഒണിയിലിൻ്റെ അടുത്ത്. അന്നേരം ഒണിയിൽ പറയുന്നെന്തോ ആദിലും നൂറയും എല്ലാവരും പറയുന്നുണ്ട് എന്ന് അവരും കണ്ട് എന്ന് പറയുന്നു. അപ്പം അക്ബർ പറയുന്നുണ്ട് ആദിലയോടും നൂറയോടും അനുമോൾ പറഞ്ഞതാ, അല്ലാതാണ്ട് അവർ കണ്ടതൊന്നുമല്ല. അല്ലല്ല അവർ കണ്ടത് ഞാൻ കണ്ട് എന്ന് ഒണിയിൽ ആവർത്തിച്ച് പറയുന്നുണ്ട്. ഒണിയിൽ കണ്ടെന്ന്. അങ്ങനെ ഒണിയിൽ കണ്ടെന്ന് പറഞ്ഞിട്ട് ഒണിയിൽ ലാസ്റ്റ് ഇപ്പോൾ പ്രശ്നമായപ്പോഴല്ല പെട്ടെന്ന് തന്നെ അക്ബർ എന്നും വെച്ച് ജിസേലിനോട് പറയുന്നുണ്ട്, ജിസേലെ ഇന്നതുപോലെ ഒണിയിൽ പറയുന്നുണ്ട്, അത് പറഞ്ഞ് വിലക്കണം, അത് നമുക്കത് ചോദിക്കാമെന്ന് പറയുന്നുണ്ട്. അക്ബർ വിളിച്ചപ്പം പോകാതിരുന്നിട്ടും ജിസേൽ പിന്നെ ഒണിയിലിനോട് പ്രൈവറ്റായിട്ട് വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് ഇതിനെ പറ്റിയിട്ട്. അപ്പം ഒണിയിൽ ജിസേലിനോട് പറയുന്നത് എന്തുവാ, അത് അവൻ്റെ ഗെയിം സ്ട്രാറ്റജിയാണ്, അത് അക്ബറിൻ്റെ പണിയാണെന്നുള്ള രീതിയിൽ അക്ബറിൻ്റെ തലയിലോട്ട് ഇട്ട് കൊടുത്ത് അക്ബർ പറഞ്ഞുണ്ടാക്കിയതാണെന്നുള്ള രീതിയിൽ എന്നും പറഞ്ഞു. അപ്പം ജിസേൽ അതങ്ങ് വിശ്വസിക്കുകയും ചെയ്തു. ഹൗസിലുള്ളവരെല്ലാം അത് വിശ്വസിച്ച്. പക്ഷേ ഇവിടെ ഗെയിം കളിച്ചത് ഒണിയിലാണ്. ഈ കള്ളങ്ങളെല്ലാം പറഞ്ഞുണ്ടാക്കിയതും എന്നിട്ട് അത് അക്ബറിൻ്റെ തലയിലിട്ടതും എല്ലാം ഒണിയിലാണ്. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. എന്തായാലും ലാലേട്ടൻ വന്നതെല്ലാം പൊളിച്ചടുക്കി വീഡിയോ സഹിതം കാണിച്ചു കൊടുത്ത്. അപ്പോഴും ലാലേട്ടൻ്റെ മുൻപിൽ പറയുന്നത് എന്തുവാ, ഞാൻ കണ്ടിട്ടില്ല ലാലേട്ടൻ, അതല്ല പ്രശ്നം, ഇതെല്ലാം പറഞ്ഞ് എന്താ അക്ബർ ചെന്നും വെച്ച് ജിസേലിനോട് നമുക്ക് ചോദിക്കാം ഒണിയിലിനോട്, ഇത് പ്രശ്നമാക്കാമെന്ന് പറഞ്ഞാൽ അതാണ് ഡേർട്ടി ഗെയിം. ഈ പ്രശ്നം പറഞ്ഞപ്പോൾ അതാണോ ഡേർട്ടി ഗെയിം? ജിസേലിനെ ആര്യനെയും പറ്റിയിട്ട് പറഞ്ഞതല്ലേ ഡേർട്ടി ഗെയിം? അന്നേരമേ ഒണിയിലിൻ്റെ അടുത്ത് നമ്മുടെ അക്ബർ പറയുന്നുണ്ട്, ഇതൊരു ഡേർട്ടി ഗെയിം, ആവശ്യമില്ലാതെ ഇങ്ങനെ സംസാരിക്കരുത്, ലാലേട്ടൻ സോൾവ് ചെയ്ത പ്രശ്നമാണ് എന്ന് പറയുമ്പോഴാണ് ഒണിയിലല്ലേ അവിടെ ആദിലെ കണ്ട്, നൂറ കണ്ട്, ഞാൻ കണ്ട് സംസാരിക്കും പണ്ട് ഈ പ്രശ്നം ഉണ്ടാകുമ്പോൾ എന്തേലും ഇവിടെ ഗെയിം സ്ട്രാറ്റജി ഇറക്കുവാണെങ്കിൽ ഞാനത് പറയും, എനിക്ക് ഗെയിം കളിക്കണം ഇത് വെച്ച് എന്നുള്ള രീതി സംസാരിച്ചത് ഒണിയില്ല. എന്നിട്ട് അതെല്ലാം അക്ബറിൻ്റെ മണ്ടയ്ക്ക് ഇട്ട് കൊടുക്കുമായിരുന്നു. ഹൗസിലുള്ളവരും പാവ അക്ബറിനെയാണ് തെറ്റിദ്ധരിച്ചത്. എന്തായാലും ലാലേട്ടൻ വന്ന് വീഡിയോ സഹിതം ഇട്ട് കൊടുത്ത് എല്ലാം തെളിയിച്ചിട്ടുണ്ട്. എന്തായാലും ലാലേട്ടൻ പറയുന്നുണ്ട്, ഡേർട്ടി ഗെയിം കളിച്ച് ഇവിടെ നിൽക്കാൻ പറ്റില്ല മോനെ, ആർക്കും ഡേർട്ടി ഗെയിം കളിച്ച് ഇവിടെ നിൽക്കാൻ പറ്റില്ല, നല്ല നേരായ രീതിയിൽ നിന്ന് കളിക്ക് എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഡേർട്ടി ഗെയിം കളിച്ച ഒണിയിലിനെ തന്നെ എന്തായാലും എവിക്റ്റ് ആക്കി പുറത്തേക്ക് വിട്ടിട്ടുണ്ട്.